വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയാണെങ്കിൽ ശാരദാമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുശുമ്പാണ് എന്നൊക്കെ ശാരി പറയുമ്പോൾ ഒന്ന് പോ വലിയേച്ചിയോടൊന്ന് എൻ്റെ കുഞ്ഞുവച്ചിയോട് എനിക്കെന്തിനാ കുശുമ്പ് ഈ വേർതിരിവിൽ തരംതിരിവിൽ മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ശ്യാമ പെട്ടെന്ന് അടുപ്പിൽ തീയാണെങ്കിൽ ശാരദാമ്മയുടെ സാരിത്തുമ്പിലേക്ക് പടരുന്നത് ശ്രദ്ധിക്കുകയാണ്. അയ്യോ അമ്മേ തീ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ സാരി പെട്ടെന്ന് മാറ്റുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് അവരെല്ലാവരും കൂടി ആകെ അങ്ങ് വെപ്രാളപ്പെടുകയാണ്. അന്നേരം ശാരികയുടെ വെള്ളം എടുക്കുക വലിയേച്ചി എന്ന് പറയുമ്പോൾ വെള്ളം എടുത്ത് ഒഴിച്ചണയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വിഷ്ണുവും ശാലിനിയും കൂടി കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനുപല്ലവി ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്തിട്ട് നാളെ ഒരു റവന്യൂ മിനിസ്റ്റർ പങ്കെടുക്കുന്ന മീറ്റിംഗ് ഉണ്ട്, മാഡം എന്തായാലും പങ്കെടുക്കണം, എന്തോ കുഴപ്പം പിടിച്ച കേസാണെന്നൊക്കെ പറയുമ്പോൾ നാളെ ഒന്നുകൂടി എന്നെ റിമൈൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ്, വിഷ്ണു വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് നിൽക്കുന്നില്ല, വണ്ടിയുടെ ബാലൻസ് അങ്ങോട്ട് പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടുന്നുണ്ട്. അവസാനം പെട്ടെന്ന് വിഷ്ണു ഒരു സൈഡിലേക്ക് ഒതുക്കി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തുകയാണ്. വിഷ്ണുവിന് ആകപ്പാടെ ഒരു വെപ്രാളം. അന്നേരം അവിടെയാണെങ്കിൽ ഈ ശാരദാമ്മയുടെ സാരിയിലെ തീ ശ്യാമയും ശാരികയും ചേർന്ന് കെടുത്തുന്നുണ്ട്. അന്നേരം എന്താ അമ്മ ഇതൊക്കെ, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലോ എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അമ്മ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അമ്മ സാരി മാറ്റിയിട്ട് വാ എന്നിങ്ങനെ പറയുമ്പോൾ ശാരികയും ശാരദാമ്മയും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ശ്യാമ ഫോൺ ചെയ്യുകയാണ്, ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അവിടെയാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വെള്ളമൊക്കെ വെച്ച് മുഖമൊക്കെ കഴുകുകയാണ്. അന്നേരം വിഷ്ണുവായിട്ട് എന്താ ഉറങ്ങിപ്പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിയൊന്നുമല്ല, പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്നില്ല, വേറെ ആരോ നിയന്ത്രണം ഏറ്റെടുത്തതുപോലെ, പിന്നെ വേറെ ആരോ വണ്ടി ഓടിച്ചതുപോലെ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ്. ആകപ്പാടെ രണ്ടുപേരും ഇങ്ങനെ ആകെ ടെൻഷനായിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്യാമ ഫോൺ ചെയ്യുന്നതും. അന്നേരം കുഞ്ഞേച്ചി എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെയാണെങ്കിൽ അമ്മയുടെ സാരിക്ക് തീ പിടിച്ചു, ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് ആകെ ഞെട്ടുന്നുണ്ട്. വിഷ്ണു ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, തീയൊക്കെ അണച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് തലനാഴിലേക്ക് രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്കും ഒന്ന് വെപ്രാളാവുകയാണ്. അന്നേരം പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനോട് പറയുന്നുണ്ട് അമ്മയുടെ സാരിക്ക് തീ പിടിച്ചു, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ സാരിയൊക്കെ മാറ്റി വരുന്നുണ്ട്. ശ്യാമ പറയുകയാണ്, ഞാൻ കുഞ്ഞേച്ചി വിളിച്ച് പറഞ്ഞു എന്ന്. അന്നേരം നീ എന്തിനാ അവളെ വിളിക്കാൻ പോലും ചോദിക്കുമ്പോൾ പിന്നെ പറയണ്ടേ, അപ്പോൾ എന്തൊക്കെ ആപത്തുണ്ട്, കുഞ്ഞേച്ചിയും വലിയ എന്തോ ഒരു ടെൻഷനിലാണ്, എന്തോ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു, വണ്ടി എവിടെയോ മുട്ടി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് പേടിയാവുന്നുണ്ട്. നീ അവളെ ഒന്ന് വിളിച്ച് തന്നേന്ന് പറയുമ്പോൾ ശ്യാമ വിളിച്ച് കൊടുക്കുന്നുണ്ട്, ശാലിനിയെ ഫോൺ വിളിച്ച് കൊടുക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ പപ്പിയാണെങ്കിൽ നേരത്തെ എത്തിയിട്ടുണ്ട്. പപ്പിയോട് വേറൊരു കുട്ടി വന്ന് തൻ്റെ ബർത്ത്ഡേ ആണ്, നാളെ പപ്പ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു, അതൊക്കെ ഇട്ടുകൊണ്ട് വരുമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സത്യ വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ സത്യഭാമ വാങ്ങിച്ചു കൊടുത്ത മാലയും കമ്മലും സ്ലൈഡും ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അന്നേരം ഇത് കണ്ടോ സത്യ എന്ന് പറഞ്ഞ് കമ്മൽ കാണിക്കുന്നുണ്ട്. വേറെ ഒരു സൂത്രം ഉണ്ടെന്നുകൊണ്ട് മാലയും വളയും ഒക്കെ കാണിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഒരെണ്ണം വേണമെന്ന് നാൾക്ക് പറഞ്ഞതല്ലേ എന്ന്. അന്നേരം അത് കണ്ടപ്പോൾ ഞാനാണ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് സത്യ ഒറ്റയ്ക്ക് പോയി വാങ്ങിയോന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഒറ്റയ്ക്ക് വാങ്ങിയൊന്നുമല്ല, ഇത് സത്യാമ്മ വാങ്ങി തന്നാണെന്ന് പറയുന്നുണ്ട്. സത്യാമ്മ ഇന്നലെ സ്കൂളിൽ വന്നിരുന്നു, ഇതുപോലെ എല്ലാം വാങ്ങി തന്നു, പിന്നെ കുറേ മുട്ടായി കൊണ്ടുവന്നു, പിന്നീട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി, പിന്നെ ഐസ്ക്രീം വാങ്ങി തന്നു, അവിടെ വെച്ചൊരു ജോത്സ്യനെയും കണ്ടു, അതിനുശേഷം നിറയെ സാധനങ്ങൾ ഒരു ഉടുപ്പും ഒക്കെ കൊണ്ടുവന്നു, അതിനുശേഷമാണ് വീട്ടിൽ കൊണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ പപ്പിക്ക് ആകപ്പാട് വിഷമാവുകയായിരുന്നു. പപ്പി പറയുന്നത് ഇപ്പം ഞാനില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കെങ്ങും കിട്ടാതിരുന്നതെന്ന്. അന്നേരം അതായിരിക്കുമെന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. ഞാൻ പപ്പിക്ക് മുട്ടായി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാഗിൽ നിന്ന് മുട്ടായി എടുത്ത് പപ്പിക്ക് കൊടുക്കുകയാണ്. അന്നേരം എനിക്കങ്ങ് വേണ്ടാന്നും പറഞ്ഞ് പപ്പിയാണെങ്കിൽ പിണങ്ങിയിരിക്കുകയാണ്. അന്നേരം പിണങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് ബാഗും എടുത്തുകൊണ്ട് ആ പാർക്കിൻ്റെ ഒരു സൈഡിലേക്ക് പോയി, അപ്പുറത്ത് തന്നെ അവിടേക്ക് പോയി പപ്പി അങ്ങ് പിണങ്ങിയിരിക്കുകയാണ്. അന്നേരം ഈ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു മുട്ടായി തരുമോ. അന്നേരം ഇല്ല, ഞാൻ പപ്പിക്ക് കൊണ്ടുവന്നാണെന്ന് പറയാം, പ്ലീസ് ഒരെണ്ണം തരുമെന്ന് ചോദിക്കുമ്പോൾ സത്യം ഒരു മുട്ടായി കൊടുക്കുന്നുണ്ട്. അന്നേരം താങ്ക്സ് ഒക്കെ പറഞ്ഞ് ആ കുട്ടിയും ഓടി പോവുകയാണ്. അന്നേരം വിഷമിച്ച് പിണങ്ങിയിരിക്കുന്ന പപ്പിയെ നോക്കി സത്യം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ സത്യഭാമയാണെങ്കിൽ ഓട്ടോയിൽ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം സത്യയെ കണ്ട് ഭാമയാണെങ്കിൽ ഓടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, മോളെ എന്ന് പറഞ്ഞിട്ട്. അന്നേരം പപ്പി ശ്രദ്ധിച്ചുകൊണ്ട് അപ്പുറത്ത് ആ പാർക്കിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം മോള് ക്ലാസ്സിൽ കയറി കാണുമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല, സമയം ആവുന്നല്ലേ ഉള്ളൂ എന്നുള്ളത്. അന്നേരം പിന്നെ പപ്പി അവിടെ പിണങ്ങിയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്തിനാ പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ സത്യാമ്മ ജോലിക്ക് പോയില്ലേന്ന് ചോദിക്കുമ്പോൾ പോകുന്ന വഴിയാണ്, അതിന് മുന്നേ നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നിയെന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് പപ്പി പിണങ്ങിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തിനാ പിണങ്ങിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ സത്യാമ്മ എന്നെ ചോദിക്കുന്നു, സത്യം
പറയുന്നുണ്ട്. അന്നേരം മോളു ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുമ്പോൾ പപ്പിയാണെങ്കിൽ ബാഗ് എടുത്തുകൊണ്ട് അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്തിനാ പിണക്കമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യമ്മയുടെ പിണക്കമാണ്, സത്യയ്ക്ക് മാലയും വളയും കമ്മലും ഉടുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ. അന്നേരം അതിനെന്താ, ഞാൻ വാങ്ങിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് പപ്പിയെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് മോൾക്ക് മോളുടെ അച്ഛനും അമ്മയും വാങ്ങിച്ചു തരില്ലേ, ഞാൻ ശ്യാമയെ കാണട്ടെ, ഞാൻ ചോദിക്കാമല്ലോ, എന്താ കൊച്ചിനൊന്നും വാങ്ങിച്ചു കൊടുക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അത്രയും പറഞ്ഞിട്ട് ഭാമ വീണ്ടും സത്യയെ തന്നെ ശ്രദ്ധിക്കുകയാണ്, ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട്, ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. പപ്പിക്ക് അതാണെങ്കിൽ അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം സത്യ മോൾക്ക് വളയും മാലയൊക്കെ ഇഷ്ടപ്പെട്ടോ, ഇനി പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാം, ഇനി സത്യാമ്മ നിറയെ വാങ്ങിച്ചു തരാം, അപ്പോൾ എൻ്റെ പൊന്നിന് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കാമല്ലോ എന്നൊക്കെ പറയുക. അന്നേരം എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ ദേഷ്യത്തോടെ പപ്പി അടുത്ത് തന്നെ നിൽക്കുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, സത്യമ്മ വാങ്ങിച്ചു തന്നാണെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി. അന്നേരം എന്താ പറഞ്ഞതെന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ അവർക്ക് സന്തോഷമായി എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ സത്യ പറഞ്ഞേക്കുന്നുണ്ട്. അന്നേരം ഭാമയുടെ മുഖം ചെറുതായിട്ട് മാറുന്നുണ്ട്, പക്ഷെ പപ്പി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ ഭാമയുടെ പഴയ വീട്ടിലാണെങ്കിൽ ശ്യാമ ഇരുന്ന് വിളക്കൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. അന്നേരം 5 വിളക്കാണ് വേണ്ടതെന്ന് പറഞ്ഞ് രോഹിത്താണെങ്കിൽ വീണ്ടും വിളക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷേ അവസാനം എന്നെയും മോളെയും രോഹിത്തിനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മാത്രം പറയാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നും സംഭവിക്കുന്നത്, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കാൻ പോവില്ലേ, അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ശ്യാമയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ശരി തന്നെ, എല്ലാം കണ്ടും കേട്ടും തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമയ്ക്ക് ആ ഒരു വിഷമം, പപ്പിയോട് വേർതിരിവ് കാണിക്കുന്ന വിഷമമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയത്താണെങ്കിൽ പപ്പി ഇങ്ങനെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഓട്ടോയും വരികയാണ്. അന്നേരം വിഷ്ണു അച്ഛൻ എന്നേന്നും പറഞ്ഞ് പപ്പി ഇറങ്ങി വരുമ്പോൾ ഓട്ടോയിൽ നിന്ന് കമലിനാണ് ഇറങ്ങുന്നത്, കമലിനും പിള്ളച്ചേട്ടനുമാണ് ഇറങ്ങുന്നത്. അന്നേരം വിഷ്ണു അച്ഛനല്ലേ എന്നിങ്ങനെ കമലൻ പറയുകയാണ്. അന്നേരം കമലിനെങ്കിലായിരുന്നോ എന്ന് പറഞ്ഞിട്ട് പപ്പി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആ പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. അന്നേരം ഒരു കേസ് നിറയെ പൂവും പിന്നെ അവിലും മലരും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് കമലിനും പിള്ളയും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കമലിനാണെങ്കിൽ പപ്പിയോടും പറയുന്നുണ്ട്, പൂജയ്ക്കുള്ള പൂക്കളാണ്, ഇതിൽ നിന്നൊന്നും എടുക്കരുതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് പിള്ളയും പറയുന്നുണ്ട്, അവിലും മലരും ഒക്കെയാണ്, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണേ, നാളെ ചിലപ്പോൾ സമയം കാണില്ല എന്നൊക്കെ കമല ശ്യാമയോട് പറയുകയാണ്. പക്ഷേ ശ്യാമയ്ക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശ്യാമയുടെ മുഖമൊക്കെ എങ്ങോട്ട് മാറുകയാണ്. അന്നേരം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നാളെ വരാം എന്ന് പറയുമ്പോൾ തിരുമേനി എപ്പോൾ വരുമെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. അന്നേരം വെളുപ്പിനെ ഗണപതി ഹോമമൊക്കെ തുടങ്ങും, ബാക്കി എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്താൽ നിങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരുന്നാൽ മതി, ബാക്കി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് കമലിനും പിള്ളയും കൂടി തിരിച്ച് ഓട്ടോയിൽ കയറി പോവുകയാണ്. അന്നേരം മോളെ പൂക്കളൊന്നും എടുക്കല്ലേ എന്ന് കമലം പോകാൻ നേരവും പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ നിൽക്കുന്ന, എല്ലാവർക്കും എടുത്ത് വെക്കുമെന്ന് പറയുകയാണ്. അന്നേരം പക്ഷേ ഇതൊന്നും നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, സത്യമ്മ കാണിക്കുന്ന വേർതിരിവ് ഒട്ടും ശരിയല്ല, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ ശ്യാമ പറയുകയാണ്. അന്നേരം ഇതൊക്കെ വെറും നിൻ്റെ തോന്നലുകളാണെന്ന് രോഹിത് പറയുകയാണ്. അന്നേരം സത്യയ്ക്കാണെങ്കിൽ സത്യാമ്മ മലയും വളയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു, എന്നിട്ട് ഇവൾക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, മോള് തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, എനിക്കെന്താ വാങ്ങിത്തരാത്തേന്ന് ചോദിച്ചപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും വാങ്ങിത്തരില്ലേ എന്നാണ് ചോദിച്ചതെന്ന് കുട്ടി വിഷമത്തോട് പറയുകയാണ്. അന്നേരം രോഹിത്തിന് ചെറുതായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട്. അന്നേരം പപ്പിയുടെ മുഖം മാറുന്നത് കണ്ടിട്ട് ശ്യാമ പറയുകയാണ്, മോള് അകത്തേക്ക് പോയി കളിച്ചോ എന്ന് പറയുകയാണ്. അന്നേരം സ്റ്റെപ്പിൽ കയറിയിട്ട് കുട്ടി ചോദിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് ഒരു പൂ ഞാൻ എടുത്തോട്ടെ അമ്മയെന്ന് ചോദിക്കുകയാണ്. അന്നേരം എടുത്തോ മോളെ എന്ന് പറയുമ്പോൾ ഒരു പൂ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം എടുക്കില്ലെന്നാണ് കമലം പറഞ്ഞത്, പക്ഷേ ശ്യാമ ഈ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷവും ശ്യാമ പറയുന്നുണ്ട്, ഒരു 2ാം കണ്ടുകൊണ്ട് തന്നെയാണ് സത്യാമ്മ ഇപ്പോൾ പപ്പിയെ കാണുന്നത്, ശരിയല്ല, രോഹിത്തിന് ഒരുപക്ഷെ മനസ്സിലാവില്ല, കുഞ്ഞിനത് മനസ്സിലായി, അതുകൊണ്ടല്ലേ എന്നോട് വന്ന് പറഞ്ഞത്, ഇത് സത്യയോട് കാണിക്കുന്നത് ഒരു സ്നേഹം, ഒരു പന്തിയിൽ 2 പക്ഷം പാടില്ലല്ലോ, ഒട്ട് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്യാമ തൻ്റെ വിഷമം പറയുകയാണ്. നേരെ അകത്തുനിന്ന് പപ്പി വിളിക്കുന്നുണ്ട്. നേരെ ദാ വരുന്നു മോളെ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങ് പോവുകയാണ്. നേരെ രോഹിത് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുന്നുണ്ട്. തുടർന്ന് രാത്രിയാണെങ്കിൽ അവിടെ ഇരുന്ന് പഠിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് സത്യമാണെങ്കിൽ സെറ്റിൽ കിടന്ന് തന്നെ ഉറങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ പിന്നെ ഇങ്ങനെ വരുമ്പോൾ കാണുന്നുണ്ട്. അന്നേരം പഠിച്ച് ഉറക്കമായി, എന്തായാലും പഠിച്ചിട്ടല്ലേ ഉറക്കമായത്, ഇതിനെ എടുത്തുകൊണ്ട് പോയി കിടത്തിയേക്കാന്ന് പറഞ്ഞിട്ട് വിഷ്ണു സത്യം എടുത്തുകൊണ്ട് അകത്ത റൂമിലേക്ക് കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. അച്ഛൻ്റെ മോൾക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കട്ടിലേക്ക് കൊണ്ട് കിടത്തുമ്പോൾ കുട്ടിയൊന്ന് ചിണുങ്ങുന്നുണ്ട്, കരയുകയാണ്. അന്നേരം അച്ഛനാണെന്ന് പറഞ്ഞിങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്, ഉറങ്ങുകയാണ്. ഈ സമയത്ത് രാഘവൻ നായരാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം എന്താ അച്ഛാന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ എടുക്കുകയാണ്. അന്നേരം നിന്നോട് സംസാരിച്ച് തീർപ്പാക്കാതെ എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരില്ല എന്ന് പറയുമ്പോൾ, നാളെയാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് താമസം മാറുന്ന ചടങ്ങ് വെച്ചിരിക്കുന്നത്, നിലവിളക്കമായിട്ട് ശാലിനിയാണ് അകത്തേക്ക് കയറേണ്ടത്, എങ്കിലേ നമ്മളുടെ കഷ്ടപ്പാടുകളും എല്ലാം തീരത്തുള്ളൂ, അല്ലെങ്കിൽ കണ്ണീര് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശാലിനിക്ക് അറിയാമല്ലോ, അപ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, അതെന്താണ് നിനക്കൊരു ഉറപ്പില്ലാത്തതുപോലെ, ശാലിനിയാണ്
ലക്ഷ്മി ദേവിയായിട്ട് ലക്ഷ്മി ദേവി പോലെ വിളക്കം കൊണ്ട് കയറേണ്ടത്, അല്ലെങ്കിൽ കാണുന്നതിനൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല. ഈ ഒറ്റ കാരണത്തിൽ ഭാമ ചിലപ്പോൾ പഴയ സത്യഭാമയിലേക്ക് മാറാനും മതി, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേടാ, അങ്ങനെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നാളെ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെക്ക് പോകണം, എന്തെങ്കിലുമൊക്കെ ഒഴി കണ്ടെത്തുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായർ തൻ്റെ ആ സങ്കടമൊക്കെ പറയുന്നുണ്ട്. എന്നാലും എന്നാൽ പിന്നെ സത്യമോൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു പറയുന്നുണ്ട്, ശാലിനി വരില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ വരുമായിരിക്കും എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇനി എന്തെങ്കിലും പറഞ്ഞ് തീരുമാനിക്കുക, അല്ലാതെ ഇത് അവസാനത്തെ ഇതാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളത്, ഞാൻ മക്കളെ കാലത്തെ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഈ അച്ഛൻ വിളിച്ചാരും ശാലിനിയോടൊന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശാലിനി അവിടെ ഇരുന്ന് ഫയലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ശാരദാമ്മയായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. ശാരദാമ്മ ഇതിനെക്കുറിച്ച് തന്നെയാണ് ശാലിനിയോട് പറയുന്നത്. അന്നേരം എൻ്റെ അമ്മ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മോളെ, നിന്നെ ഒരാളെ പ്രതീക്ഷിച്ചാണ് സത്യാമ്മ ഈ ചടങ്ങൊക്കെ വച്ചിരിക്കുന്നത്. നിന്നെ സ്വീകരിക്കാണ്ട് വീടും വീട്ടുകാരും ഒക്കെ ഒരുങ്ങുമ്പോൾ നീ അത് മനസ്സിലാക്കണ്ടേ, എന്നേക്കാൾ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ ഒന്ന് മനസ്സിലാക്കുന്നൊക്കെ പറയുമ്പോൾ അമ്മേ, നാളെ മന്ത്രിമാരും MLA മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഒഴിവാക്കാനാകാത്തൊരു മീറ്റിംഗ് ഉണ്ട്, അതിലെനിക്ക് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്, ഞാനൊരു ജില്ല ഭരിക്കുന്ന ഭരണാധികാരിയാണ്, എൻ്റെ സമയത്തിന് വിലയുണ്ട് എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ കടുപ്പിച്ച് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് പുറകിൽ നിന്ന് വിഷ്ണു ഇങ്ങനെ കേൾക്കുമ്പോൾ വിഷ്ണു പറയാൻ വന്നത് പറയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി വിഷ്ണു പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ. ശാലിനി പക്ഷേ ആ ഒരു മീറ്റിങ്ങിന് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം വിഷ്ണു രാഘവൻ നായരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഞാനും സത്യമോളും വരുമെന്നുള്ളൂ, അന്നേരം അതുകൊണ്ട് കാര്യമില്ല, ശാലിനിയാണ് വരേണ്ടതെന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ സത്യയും കൂട്ടിക്കൊണ്ട് പോകും. ശാലിനി ആ സമയത്ത് എത്തില്ല. പക്ഷേ നിലവിളക്ക് കൊടുക്കേണ്ട ആ ഒരു സമയത്ത് ശ്യാമ വിളക്കം കൊണ്ട് കയറാനായിട്ട് പോകുന്ന ആ ഒരു ടൈമിൽ ശാലിനി എത്തുകയും ശാലിനിയെ നിലവിളക്ക് കൊടുത്ത് ഭാമ തന്നെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷമാണ് ആ റൂമും സത്യയുടെ റൂമൊക്കെ കാണിക്കുന്നതും പപ്പിക്ക് വിഷമമൊക്കെ തോന്നുന്നതൊക്കെയാണ് അടുത്തടുത്ത എപ്പിസോഡിൽ. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.